എല്ലാവർക്കും എന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാൻ വാട്സപ്പില്, ഇൻസ്റ്റാഗ്രാമില്, ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു സ്റ്റാറ്റസ് ആയിട്ട്. ആർക്ക് വേണമെങ്കിലും വീഡിയോ അയച്ചു തരാം, ഈ ലോക്ക്ഡൌൺ കാലം പരമാവധി ഉപയോഗിക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വീഡിയോ ആയിട്ട് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട്. അതിനെ തുടർന്ന് എനിക്ക് ഫസ്റ്റ് വീഡിയോ വന്നിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഒരു ഹരിഹരൻ ആൻഡ് നിതിൻ, രണ്ട് ചേട്ടന്മാരും കൂടി. അവർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടി അവർ ഷൂട്ട് ചെയ്ത ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന, അതായത് ഓസ്ട്രേലിയൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അത് ഞങ്ങൾക്ക് അയച്ചു തന്നിരിക്കുകയാണ്. ആ വീഡിയോ ആണ് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഇന്ന് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ കുറെ വീഡിയോസ് ഞങ്ങളെ സ്റ്റാറ്റസ് കണ്ടിട്ട് ആൾക്കാർ അയച്ചിരുന്നുണ്ട്, നിങ്ങളും അയച്ചു തരിക എന്നും പറയുന്ന പോലെ തന്നെ. അപ്പോൾ ആ കിടിലൻ ചിക്കൻ ഫ്രൈയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിതിൻ. ഞാൻ ഹരി. ഞങ്ങളിപ്പോൾ സിഡ്നിയിലാണ്. ഫാമിലി നാട്ടിലായിരുന്ന സമയത്ത് ഞങ്ങളുടെ പ്രധാന ടൈം പാസ് ആയിരുന്നു ഈ കുക്കിംഗ് പറഞ്ഞത്. അങ്ങനെ ഒരിക്കൽ എക്സ്പെരിമെന്റ് ചെയ്ത ഒരു ചിക്കൻ ഫ്രൈ ആണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. വളരെ മിതമായി എണ്ണ ഉപയോഗിച്ച് എങ്ങനെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. അപ്പോൾ ആ ചേട്ടന്മാരുടെ ഓസ്ട്രേലിയൻ ചിക്കൻ ഫ്രൈ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യത്തെ നോൺ വെജ് കുക്കിംഗ് വീഡിയോ കൂടിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ചും പൊട്ടിക്കുക, അതിന്റെ കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് തകർത്തങ്ങ് അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസ് ഇനി ഞങ്ങൾ കുറെ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളെ നിന്ന്. അത് നമ്മുടെ യൂട്യൂബ് ചാനലോട് ഇങ്ങനെ പബ്ലിഷ് ചെയ്ത് പോകുമായിരിക്കും. നമ്മളിപ്പോൾ ഏകദേശം 70 വീഡിയോസോളം ആയിട്ട് ഇനിയും കൂടുതൽ വീഡിയോസ് ഞങ്ങൾ എല്ലാവരും നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമ്മളും വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.